നാരായണപുരം പഞ്ചായത്ത്, തൃശൂർ ജില്ലയിലെ ശ്രീനാരായണപുരം പഞ്ചായത്ത് 21-ാം വാർഡിൽ ഇന്നലെ BJP NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സജിത മധുവിന്റെ ബോർഡ് ഇന്നലെ ഈ കാണുന്ന മരത്തുമ്മൽ ഞങ്ങളുടെ പ്രവർത്തകർ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമുക്കറിയാലോ, ഈ ബോർഡ് പൊളിയും പോസ്റ്ററുകളും ഒക്കെ നിർബാധം നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും BJPയുടെ വളർച്ചയിൽ വിരളി പൂണ്ടുകയും ഒപ്പം ശ്രീനാരായണ പഞ്ചായത്തിൽ BJP ഭരണത്തിൽ വരുമെന്നുള്ള ആ ഭയം കൊണ്ടുമാണ് ഇപ്പോൾ ബോർഡ് പുളിയിലേക്കും പോസ്റ്ററുകളിലേക്കും അവർ കടന്നിട്ടുള്ളത്. നമുക്കറിയാലോ, നമ്മുടെ ഈ പല പല അവസ്ഥാന്തരങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ബോർഡ് പൊളിക്കുന്നതും ബോർഡ് എടുക്കുന്നതും ഒക്കെ ഇത്തരം ഒരു അവസ്ഥാന്തരം നോക്കിയേ. ഇന്നലെ ബോർഡ് കെട്ടിയാണ്. ഈ ബോർഡ് കെട്ടിയിട്ട് ആ മരമടക്കം മുറിച്ചു വരികയും ആ മരത്തിനോട് പോലും പ്രതിഷേധം. ഇതാണ് CPMന്റെ തന്നെ ഒരു പ്രത്യേകത. കാരണം ബോർഡ് കെട്ടിയ മരം പോലും അറുത്തു കൊണ്ടുപോയ ഒരു സംഭവം കാണുന്നു. ഇത് എനിക്കറിയില്ല, കേരളത്തിൽ ആദ്യമായിട്ട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ, മികച്ച സ്ഥാനാർത്ഥിയെ കണ്ട് പരിഭ്രാന്തിയിലായിട്ടുള്ള, പരാജയ ഭീതി പൂണ്ട ഒരു കൂട്ടം ആളുകൾ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോ പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട്. ഏതാണ്ട് എത്ര ലക്ഷം ചെലവഴിച്ച്, കോടികൾ ചെലവഴിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് കൂടി നിർമ്മിച്ചിട്ടുണ്ട്. മഴ പെയ്താൽ അവിടെ ഉള്ളിൽ കളിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, വൈകുന്നേരമായാൽ ഒരു 7 മണി കഴിഞ്ഞാൽ ലഹരി അടിക്കുന്ന ആളുകളെ, ദേശവിരുദ്ധ സാമൂഹ്യ വിരുദ്ധ ആളുകളുടെ കൂട്ടായ സംഘടന. പോലീസാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഒരു അന്വേഷണം രാത്രി കാലം നടത്തി. CPMന്റെ ഒരു ഏരിയയാണ് ഇവിടെ അരിവാൾ ചിട്ടി നക്ഷത്രമൊക്കെ വെച്ച് റൂട്ടിൽ. അപ്പോൾ അത്തരം ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഈ ഒരു ബോർഡ് വിട്ട് കളയും, ആ മരം തന്നെ മുറിച്ച് മാറ്റിക്കൊണ്ടുള്ള അവരുടെ, അത് CPMനോടുള്ള ആ DYFI CPMമാരായിട്ടുള്ള ആളുകളാണ് ചെയ്തിട്ടുള്ള ഒരു മോശം ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ പോലീസിനോട് പറയുന്നത്, ഞങ്ങൾക്ക് ഇതുപോലെ ബോർഡ് വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ CPMമാരുടെ ബോർഡുകൾ ഞങ്ങളുടെ ആ ഏരിയകളിൽ വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു സംശയമില്ല കാര്യം. നേർക്ക് നേര് പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ രാത്രിയുടെ മറവിൽ ഒളിഞ്ഞു വന്നിട്ട് ഈ ബോർഡ് എടുത്തിട്ട് പോയി ആ മരം മുറിച്ചു കളയാ എന്നൊക്കെ പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട ആളുകളുടെ ഒരു കാര്യം. അത് CPMമാരാണ്. കാരണം എന്താ, ഇപ്പൊ സ്വർണ്ണക്കൊള്ളകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു, ഗുരുവായൂർ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു, ശബരിമല ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു. വെറും അമ്പലക്കള്ളന്മാരായിട്ട് തീർന്ന ആളുകളുടെ, ക്ഷേത്ര കവർച്ച കള്ളന്മാരായിട്ട് തീർന്ന CPMമാരുടെ അണികൾ ചെയ്യുന്ന ഇത്തരം ദ്രോഹങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിച്ച് കൊടുക്കുന്ന വിഷയമില്ല എന്ന് മാത്രമാണ് പറയാൻ. നടത്താനോ